വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന വിഷയം എങ്ങനെയാണ് CSEB എക്സാംസിനും അതുപോലെ തന്നെ മറ്റ് കോർപ്പറേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്ന പരീക്ഷകൾക്കും അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, പലപ്പോഴും എല്ലാ ഉദ്യോഗാർത്ഥികളും പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലോ ഭയങ്കര വലുതാണ്. 201 സെക്ഷൻ എന്താ പറയുക റൂൾസും 110 സെക്ഷനൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു അല്ലെ, പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഇത്രയും പഠിക്കണ്ടേ മിസ്സേ എന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ലോ എങ്ങനെ പഠിക്കും എന്നുള്ളത് ഭയങ്കര പ്രശ്നം പലർക്കും തോന്നാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്താഗതി എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. നമ്മളൊരു വിഷയത്തെ ഭയങ്കര പാടാണ്, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. നിങ്ങൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും അല്ലെ. ചില വിഷയങ്ങൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ആ വിഷയത്തിന്റെ ഒരു നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യക്കുറവ്, ഇതൊക്കെയാണ് പല ഘടകങ്ങൾ അതിനുണ്ടാവും. നമുക്ക് കുറെ അടിയിട്ടിട്ടുണ്ടാവുക ചിലപ്പോൾ ആ വിഷയത്തിലായിരിക്കും അല്ലെ. പിന്നെ അതിന്റെ ഒരു ഭയങ്കര വലുപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ആദ്യം ലോ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള വിഷയമാണ് എന്നുള്ള ആ ഒരു ചിന്ത എടുത്ത് മാറ്റി വെക്കുക. ഇനി മനസ്സിലേക്ക് കൊടുക്കേണ്ട ഒരു ആശയം അഥവാ തോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ലോ പഠിച്ചാൽ കൃത്യമായിട്ട് മാർക്ക് കിട്ടുന്ന, ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് കോപ്പറേറ്റീവ് ലോ. അതിന്റെ കാരണം എന്താണ്? കൃത്യമായിട്ട് ഇപ്പൊ 110 സെക്ഷന്റെ ഉള്ളിൽ നിന്നല്ലേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. റൂളിന്ന് 201 റൂളിന്റെ ഉള്ളിൽ നിന്നല്ലേ ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ. അതിന് പുറത്തുള്ള കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ പറ്റൂ? ഇല്ല. പക്ഷെ കോർപ്പറേഷൻ ആണെങ്കിലും ബാങ്കിങ് ഒക്കെ ആണെങ്കിലും, ബാങ്കിങ് ഒന്നും പറയണ്ട അല്ലെ, ഒരുപാട് ചോദ്യങ്ങൾ പുറത്തുനിന്നൊക്കെ ചോദിക്കാൻ സ്കോപ്പ് ഉള്ള ഒരു ഏരിയയാണ്. പക്ഷെ കോപ്പറേറ്റീവ് ലോ അങ്ങനെയല്ല. നിങ്ങൾ മാത്സ് ഒക്കെ പഠിക്കുന്നത് പോലെ എന്താണ്, കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചെടുക്കാനാണ് ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നുക. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് റിട്ടേൺ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഔട്ട്പുട്ട് കൂടുതലായിട്ടുള്ള ഒരു ഏരിയയാണ് കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ലോനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം, നമുക്ക് കോപ്പറേറ്റീവ് ലോനെ ഓരോ സെക്ഷൻസും പല രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്കൊരു ലോങ് ടേം ആയിട്ട്, അതായത് നിങ്ങൾക്കൊരു കയ്യിൽ ഒരു 2-3 മാസം സമയമുണ്ട്, നിങ്ങൾക്ക് പരീക്ഷ ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ബേസ് തൊട്ട് പഠിച്ചു തുടങ്ങുക. ബേസ് തൊട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് ലോ ഉണ്ട് അല്ലെ. ഇന്ത്യയിൽ എങ്ങനെയാണ് കോപ്പറേറ്റീവ് ലോ വന്നിട്ടുള്ളത്? അപ്പൊ നമുക്കറിയാം 1904 ആക്ടും 1912 ആക്ടും അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസസ്, പിന്നെ മറ്റ് ആക്ടുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റ് ആക്ടുകളുണ്ട് അല്ലെ. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ട്, പിന്നെ ട്രാവൻകൂറിൽ വന്നതുണ്ട് അല്ലെ. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ ആക്ടുകൾ, അതിൻ്റെ ഒരു എവല്യൂഷൻ പഠിക്കുക. അപ്പൊ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? എവല്യൂഷൻ പഠിക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പോയിന്റ് എവല്യൂഷൻ. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? KCS ആക്ട് എന്നാണ് നിലവിൽ വന്നത്. അപ്പോൾ അതിന്റെ ഒരു കാര്യങ്ങൾ എന്ന് നിലവിൽ വന്നു, എത്ര സെക്ഷൻ ഉണ്ട്, എത്ര റൂൾ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കണം. അന്നത്തെ മിനിസ്റ്റർ അല്ലെ, കോപ്പറേറ്റീവ് മിനിസ്റ്റർ ആരായിരുന്നു, അങ്ങനെയുള്ള ഫാക്ട്സ് ഒക്കെ നോക്കുക. അതിനുശേഷം ഓരോ സെക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ സെക്ഷനുകളെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കുക. ഏതൊക്കെയാണ് സെക്ഷൻസ്? സെക്ഷൻ 1 ഇന്നതാണ്, സെക്ഷൻ 2 ഇന്നതാണ്, അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. റൂൾസും കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇത് ഏറ്റവും നല്ലത് നിങ്ങൾ കിടക്കുന്ന റൂമിൽ നിങ്ങൾക്ക് കാണുന്ന ഭാഗത്ത് തന്നെ, പ്രസക്തമായിട്ടുള്ള ഭാഗത്ത് തന്നെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും വരുമ്പോഴൊക്കെ എന്താണ്, ഈ സെക്ഷൻസും റൂൾസൊക്കെ ഒന്ന് കണ്ടുപോകുമല്ലോ. അങ്ങനെ കണ്ട് എന്താണ്, നമുക്കത് ഭയങ്കര പരിചിതമാവും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെക്ഷൻ 2 പഠിക്കുകയാണ്. സെക്ഷൻ 2 പഠിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഡെഫിനിഷൻസ് ആണ് അല്ലെ. ഡെഫിനിഷൻസ് പഠിക്കുമ്പോൾ വെറുതെ ഓക്കെ സെക്ഷൻ 2 സബ്സെക്ഷൻ P രജിസ്ട്രാർ, ഇത് ഇങ്ങനെയല്ല അത് പഠിക്കേണ്ടത്. അതിന്റെ ഉള്ളിൽ പറയുന്ന കാര്യങ്ങളുണ്ട് അല്ലെ. രജിസ്ട്രാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കണം, ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുക. അപ്പൊ രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് പോയിന്റുകളാക്കുക. ഓക്കെ, പോയിന്റ്സ് ആക്കി പഠിക്കുക. അല്ലാതെ നമുക്കറിയാം ആ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സെന്റൻസ് തുടങ്ങി കഴിഞ്ഞാൽ അവസാനം കാണുന്നുണ്ടെങ്കിൽ 2-3 ലൈനും ചിലപ്പോൾ ഒരു പാരഗ്രാഫ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, ഒരു കംപ്ലീറ്റ് സെന്റൻസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിലെ പോയിന്റുകളെ കൃത്യമായിട്ട് നോട്ടിൽ എഴുതി വെക്കാം. സെക്ഷൻ 2 പഠിക്കുമ്പോൾ ഓരോ സബ്സെക്ഷനും എടുക്കുക, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ, ഓരോന്നിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതി വെക്കുക. അതിന് കാരണം എന്താണെന്നറിയോ? കുറച്ചു കാലം മുന്നേ വരെ, 2-3 കൊല്ലം മുന്നേ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്
എന്താണ് ഈ ഒരു സെക്ഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്, എന്താണ് അതിന്റെ ഉള്ളിലെ കണ്ടന്റ്, ഇത്രേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല, അതിന്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എടുത്തെടുത്ത് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടണമെങ്കിൽ നമ്മൾ അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ എന്താണ് വ്യക്തമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ പോയിന്റുകളാക്കി മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ടേബിൾ ഫോർമാറ്റിൽ പഠിക്കുക. ടേബിൾസ് ആക്കി പഠിക്കുക. ടേബിൾസ് ആക്കി പഠിക്കുക എങ്ങനെയാണെന്നറിയോ? ഒന്നിപ്പോ ടൈം ലിമിറ്റിന് നിങ്ങൾക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ടൈം ലിമിറ്റ്. ഓക്കെ, എപ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണ്, മറ്റതൊക്കെ വേറൊരാൾ പ്രിപ്പയർ ചെയ്യുന്നതല്ലേ, അപ്പോൾ അത് കുറച്ചും കൂടി അവർക്കാണ് അല്ലെ, നമുക്കത് ചിലപ്പോൾ അത് സ്യൂട്ടബിൾ ആവണം എന്നില്ല അല്ലെ. ഇപ്പൊ നമ്മൾ ഇടുന്ന ഒരു ഡ്രസ്സ് നമ്മുടെ ഒരു അളവിന് തുന്നിയാലല്ലേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ, ശരിയല്ലേ? അപ്പൊ അത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് പല റിസോഴ്സസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം, പക്ഷെ നോട്ട് നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതാണ് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് റിവിഷനും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടൈം ലിമിറ്റ് എന്ത് ചെയ്യാം? ഇപ്പൊ നിങ്ങൾ ഓരോ ഭാഗം പഠിക്കുമ്പോൾ രജിസ്ട്രേഷൻ പഠിക്കണം അല്ലെ, അവിടെയല്ലേ ആദ്യം ടൈം ലിമിറ്റ് വരുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഓക്കെ, രജിസ്ട്രാർ ഇത്ര സമയത്തിനുള്ളിൽ, ഇപ്പൊ എത്രയാണ് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? രജിസ്ട്രാർ ഒരു ആപ്ലിക്കേഷൻ അതിൽ ഡിസ്പോസൽ, അതിൽ തീരുമാനം എടുക്കണം എന്നുണ്ട് അല്ലേ. അപ്പോൾ ടൈം ലിമിറ്റ് ഫോർ രജിസ്ട്രേഷൻ ഇന്ന കാര്യമാണ്, അത് 60 days ആണ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുന്നു. ഇങ്ങനെ ടൈം ലിമിറ്റിന് വേണ്ടി പ്രത്യേകം നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ഒരു കോളം ക്രിയേറ്റ് ചെയ്യാം, കുറച്ച് പേജുകൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ടൈം ലിമിറ്റിൽ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് അതിലേക്ക് എന്ത് ചെയ്യുക? ഓരോ കാര്യങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുക. മനസ്സിലായി? അപ്പൊ നോട്ട് ഉണ്ടാക്കുമ്പോൾ ആ രീതിയിൽ മനസ്സിലൊരു ധാരണ വേണം, എന്നിട്ട് വേണം നോട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ടൈം ലിമിറ്റിന് നിങ്ങൾക്ക് ഒരു നോട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നോട്ട് കൊടുക്കാവുന്ന എന്തിനാ? ഫോംസ് അല്ലെ, ഫോം നമ്പറുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് നോട്ട് കൊടുക്കാം. ഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോംസ് ഉണ്ട്. അപ്പോൾ ഫോമുകൾ ഏതൊക്കെയാണ് ഓരോന്നും പഠിക്കുമ്പോൾ, രജിസ്ട്രേഷൻ പഠിക്കുമ്പോൾ അല്ലെ, ആപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ സമർപ്പിക്കുന്നത് ഫോം നമ്പർ 1 അതിന്റെ എക്നോളജ്മെന്റ് തരുന്നത് ഫോം നമ്പർ 2 ഇങ്ങനെ കുറേ ഫോം നമ്പേഴ്സ് ഉണ്ട്. എലക്ഷൻ പഠിക്കുമ്പോൾ അതിലും ഉണ്ട് കുറേ ഫോം നമ്പേഴ്സ്. അപ്പോൾ ഫോംസിന് വേണ്ടി എന്ത് ചെയ്യാം? ഇതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറച്ച് പേജുകൾ ഫോംസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലെ, ഒരു 2-3 പേജ് ഫോംസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ ടൈം ലിമിറ്റ്, ഫോംസ്. പിന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്തിട്ട് കമ്പാരിസൺസ് പഠിക്കുക. കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളംസ് ഒക്കെ ആയിട്ട്, ടേബിൾ ലൈക്ക് അല്ലെങ്കിൽ കോളംസ് ഒക്കെ ആയിട്ട് പഠിക്കാം. 2 കോളം ആക്കിയിട്ടൊക്കെ പഠിക്കാം. ഉദാഹരണം പറയട്ടെ, എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ, റിട്ടേണിംഗ് ഓഫീസറും അതുപോലെ തന്നെ ഇലക്ട്രൽ ഓഫീസറും തമ്മിലുള്ള ഡിഫറൻസ്. ഇലക്ഷനിൽ റിട്ടേണിംഗ് ഓഫീസറും ഇലക്ട്രൽ ഓഫീസറും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് അല്ലെ. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ടേബിൾ ആക്കുക. 2 വലിയ ടേബിൾ വരയ്ക്കുക. ഒരു സൈഡിലുള്ള റിട്ടേണിംഗ് ഓഫീസർ, ഒരു സൈഡിലെ ഇലക്ട്രൽ ഓഫീസർ. എന്നിട്ട് ഇലക്ഷൻ പഠിക്കുന്ന സമയത്ത് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന്. ഇപ്പൊ ഇലക്ഷൻ പഠിക്കുമ്പോഴാവും ഈ ഒരു കോളം വരുന്നത്. ഇങ്ങനെ 2 കോളത്തിലും കമ്പയർ ചെയ്ത് എഴുതി വെക്കുക. അങ്ങനെയാകുമ്പോൾ എന്താ, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എന്താ, അതിന് പോയിന്റ് മാത്രമാക്കിയിട്ട് എല്ലാത്തിൻ്റെയും കൂടെ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനം ബുദ്ധിമുട്ടാവും. പക്ഷെ ചോദ്യം ചോദിക്കുന്നത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് വെച്ചിട്ട് ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു കോളം രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് പഠിക്കുക. പിന്നെ കമ്പയർ ചെയ്ത് പഠിക്കാവുന്ന എന്തൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും? യെസ്, നമുക്ക് ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം അല്ലെ. ഇന്ന ഡിസ്പ്യൂട്ട്സ് ഇന്ന ആളാണ് നോക്കണത്, ഇന്ന ഡിസ്പ്യൂട്ട്സ് ഇന്ന ആളാണ് നോക്കണത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മറ്റ് ടേബിൾസ് എന്തൊക്കെയാണ്? ഫീസുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഫീസുകളൊക്കെ പഠിക്കുക. ഓക്കെ, ഫീ, രജിസ്ട്രേഷൻ ഫീ, അഫിലിയേഷൻ ഫീ, അങ്ങനെ കുറേ സാധനങ്ങളില്ലേ. പിന്നെ ഓഡിറ്റ് ഫീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ കൊടുത്തിട്ട് ഫീസ് മുഴുവനും അവിടെ എഴുതിയിട്ട് അത് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ടൈം ലിമിറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ഓരോന്ന് സമർപ്പിക്കേണ്ട ടൈം ലിമിറ്റും കാര്യങ്ങൾ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്തത് ഡെസിഗ്നേഷൻസ് പഠിക്കുക. ഡെസിഗ്നേഷൻസ് പഠിക്കുന്ന സമയത്ത് ഈ രീതിയിൽ എന്ത് ചെയ്യുക? ഇതിനെ നോട്ടുകളാക്കി മാറ്റുക. ഡെസിഗ്നേഷൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിബ്യൂണൽ ആയിട്ട് ഇരിക്കേണ്ട ആളുടെ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിക്ട് ജഡ്ജാണ് അല്ലെ. അപ്പോൾ നിങ്ങൾ ഡെസിഗ്നേഷൻസിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് ഫോം ചെയ്യുക. അതായത് അതിൽ എഴുതുക കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ഇന്നാള്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ആളുടെ ഡെസിഗ്നേഷൻ ഇന്നതാണ്, സെക്രട്ടറി ഓഫ് SEC ഇന്നതാണ്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് SEC ഇന്നതാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, ഡെസിഗ്നേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പരീക്ഷയുടെ സമയത്ത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ടെക്സ്റ്റ് വെറുതെ വായിക്കുന്നു, അത് ഇങ്ങനെ വായിച്ച് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇന്ന് വായിക്കുന്ന ഒരു സാധനം നമുക്ക് എന്നാ ഉപയോഗത്തിൽ പെടുന്നത്? ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാവും നമ്മൾ പരീക്ഷ എഴുതുന്നത്, ചിലപ്പോൾ 4 മാസം കഴിഞ്ഞിട്ടാവും. അപ്പൊ അതുവരെ നമുക്കത് ഓർത്തിരിക്കാൻ പറ്റണ്ടേ? അപ്പൊ അതിനെ പ്രാക്ടിക്കൽ ആക്കിയിട്ട്
ആയിട്ട് നമ്മൾ നോട്ടുകളാക്കി തയ്യാറാക്കിയാൽ മാത്രമേ ഇത് സാധിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡെസിഗ്നേഷൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു സെക്ഷൻസും റൂൾസും ഒക്കെ കൃത്യമായിട്ട് നോട്ടുകളായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് PYQs കൂടുതലായിട്ട് നോക്കുക. ഫ്രം ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് PYQs സ്റ്റാർട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുക. അല്ലാതെ അവസാനം എല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ എല്ലാ സെക്ഷനും റൂളും ഒക്കെ പഠിച്ചിട്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ച എന്താണ്, നടക്കില്ല. അവസാനം ആകെ ഹറിബറിയാവും. അപ്പൊ എന്ത് ചെയ്യുക, ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ പഠിക്കുന്ന അന്ന് തൊട്ട് തന്നെ എന്ത് ചെയ്യുക, PYQs സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം ചെയ്യുമ്പോൾ മാർക്കൊന്നും കിട്ടില്ല, മാർക്കൊക്കെ കുറവായി, അതൊന്നും പ്രശ്നമില്ല, പക്ഷെ ചെയ്യാന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ലോയുമായി ബന്ധപ്പെട്ട് വരുന്ന PYQs ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് ആ കാര്യങ്ങൾ എഴുതി വെക്കുക. അല്ലാതെ അതിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് വെച്ചോളൂ, അതിൽ ലോ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള PYQs ഒക്കെ എഴുതി വെക്കുക. അപ്പൊ അങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, ഏതൊരു ഏരിയനെയാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. മനസ്സിലായോ? ഇതാണ് ഒരു പൊതുവേ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും കാര്യങ്ങളുണ്ടല്ലേ നമ്മുടെ ലോയിൽ പഠിക്കാനായിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ലോ നന്നായിട്ട് റിവൈസ് ചെയ്താലേ ഓർമ്മയായിട്ടുള്ളൂ എന്ന് മനസ്സിലായല്ലോ. കൃത്യമായിട്ട് ആദ്യം ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ഈ രീതിയിൽ കാര്യങ്ങളെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് ഫോർമാറ്റ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി അടുക്കും ചിട്ടയായിട്ട് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെടും എന്നുള്ളതാണ്. ഇതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ലോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുത്ത് പഠിക്കേണ്ട വിഷയമാണ്. മറ്റ് സബ്ജക്റ്റുകളെ പോലെയല്ല. ഇപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിലും മറ്റേ അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് കുറച്ചധികം സമയത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെത്താനായിട്ട് സാധിക്കും. പക്ഷെ ലോനെ സംബന്ധിച്ച് അതും ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം ആവശ്യമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് തുടങ്ങിയിട്ടുള്ളത്. ബിഗിനേഴ്സ് ബാച്ചിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലോയൊക്കെ ആദ്യം തൊട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. അതായത് ഈ പറഞ്ഞ എവല്യൂഷൻ തൊട്ട് ഏറ്റവും ബേസിക് ആയ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണം, ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ കൃത്യമായിട്ട് ലോ എങ്ങനെയാണ് അതിന് നോട്ട് പ്രിപ്പയർ ചെയ്യണം, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ചു പോകാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് പഠിച്ച സാധനം അടുത്ത ദിവസം ഞാൻ ക്ലാസ്സിൽ ചോദിച്ചിട്ട് മാത്രമേ അടുത്ത ക്ലാസ് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ളതാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇമ്പോസിഷൻ ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ക്ലാസ്സിന്റെ ഇടയിൽ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രം എന്താ പറയുക, ഈ ഒരു കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ മതി. കാരണം ജോലി കിട്ടുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു പൊസിഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് സ്വപ്നം കണ്ടുകൊണ്ട് മാത്രമാവൂ ഇല്ല. അതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ തയ്യാറാണോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബിഗിനേഴ്സ് ബാച്ച്. അപ്പോൾ ലോന്റെ ഏറ്റവും ആദ്യത്തെ കാര്യങ്ങൾ തുടങ്ങി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഞാൻ തരും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ KCS ആക്ടില് ഇപ്പോൾ ഭേദഗതി വന്നിട്ടുണ്ട്. ഇപ്പൊ സെക്ഷനിലും ഭേദഗതി വന്നിട്ടുണ്ട്, റൂളിലും ഭേദഗതി വന്നിട്ടുണ്ട്. ഫെബ്രുവരി 15 നടക്കാൻ പോകുന്ന എക്സാമിൽ ആക്ടിൽ, അതായത് ആക്ടിൽ വന്നിട്ടുള്ള ഭേദഗതികൾ മാത്രമേ പഠിക്കണ്ടൂ എന്ന് CSEB പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷെ റൂളിലെ ഭേദഗതി നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലിക്കബിൾ അല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള പരീക്ഷയ്ക്കൊക്കെ ഇനി അതും പഠിക്കണം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമെൻമെന്റ്സും പഠിക്കണം അല്ലെ. അത് സെക്ഷന്റെയും പഠിക്കണം, റൂളിന്റെയും പഠിക്കണം. അപ്പൊ സത്യം പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാണ്ട്. അപ്പൊ പഠിക്കാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഠിക്കാം എന്നുള്ളെങ്കിലും പക്ഷെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഏറ്റവും നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ കൃത്യമായിട്ട് ഒരു 3 മാസം 4 മാസമൊക്കെ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മോഡൽ എക്സാംസ് ചെയ്യുക, നന്നായിട്ട് റിവിഷൻ ചെയ്യുക, PYQs റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് വളരെ കോൺഫിഡൻസോട് കൂടി ഏറ്റവും നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് എന്തിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ, എക്സാം ഹാളിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് CSEB പറയുന്ന ഒരു കട്ട് ഓഫിനേക്കാളും 2-3 മാർക്ക് കൂടുതൽ സ്കോർ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സബ്ജക്റ്റുകൾ മാത്രമല്ല, ഇംഗ്ലീഷും മാത്സും GKയ്ക്കും ഒക്കെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയോട് കൂടിയിട്ടാണ് നമ്മളുടെ ഒരു ബാച്ച് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി നേടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു ബാച്ച്. സോ സമയം കളയാതെ എത്രയും വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക, എത്രയും വേഗം തന്നെ പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ആസ് ഏർലി ആസ് പോസിബിൾ. സോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ആൻഡ് താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ സെയിം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.